അവിടെ നിർത്തി വെക്കണം. ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറ്റാത്തതാണ്, അത് ഹദീസിന് വിരുദ്ധമാണ്, അല്ലെങ്കിൽ ഖുർആൻ ആയത്തിന് വിരുദ്ധമാണെന്ന് മനസ്സിലാക്കിയാൽ അത് പൂർത്തീകരിക്കുന്നത് അവിടെ നിർത്തണം. അതാണ് സഹാബാക്കളുടെ രീതി നമുക്ക് കാണിച്ചത്. ഈ രണ്ട് കാര്യങ്ങൾ, അഥവാ കേട്ട ആ സമയത്ത് പൂർണ്ണമായിട്ടും പ്രമാണങ്ങളെ അംഗീകരിക്കുക, അത് ശിരസ വഹിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, പ്രമാണങ്ങൾക്ക് മുമ്പിൽ, ഖുർആന്റെയും സുന്നത്തിന്റെയും മുമ്പിൽ നമ്മുടെ ബുദ്ധിക്കൊരു സ്ഥാനവുമില്ല, നമ്മുടെ ചിന്തകൾക്ക് ഒരു സ്ഥാനവുമില്ല. എന്ത് കാര്യങ്ങളാണോ സഹീഹായ ഹദീസിലൂടെ ഖുർആനിലൂടെ സ്ഥിരപ്പെടുന്നത് അത് അതേപടി അംഗീകരിക്കൽ നിർബന്ധമാണ്. ഒരു വേള ഒരു സഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു, ഒരു സംഭവം വിവരിക്കുകയാണ്. ബൈനമാ റജുലുൻ റാകിബുൻ അലാ ബഖറത്തിൻ, ഒരു വ്യക്തി